ഇംഗ്ലീഷുകാരാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ രാജ്യസ്നേഹം ഇവർക്ക് രാജ്യദ്രോഹമാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചുവരവുണ്ടാവുമെന്നറിയില്ല. ഗുഡ്, വെരി ഗുഡ്. സാർ ഇരിക്കട്ടോ. കഴിഞ്ഞു കഴിഞ്ഞു. കൊള്ളാം, സംഭവം കിട്ടി. ആരെങ്കിലും ഉണ്ടോ? ഒന്നൊന്ന് പറഞ്ഞു കൊടുത്തേ, ഒന്ന് വിളിച്ചോണ്ട് പോയി. ഇറ്റ്സ് ഓക്കെ, വി ഗോട്ട് ഇറ്റ്. ഞാൻ പുറത്തിരിക്കാം. മതി മതി, നിർത്തിക്കോ. എങ്ങനെയുണ്ടായിരുന്നു? ആർക്കും മനസ്സിലായില്ല. ഇല്ല, ഈ ഫോണിൽ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ വൈറലാവുന്നുള്ള കാര്യം ഉറപ്പാ. നല്ല മൈലേജും കിട്ടും, കുറെ ഫാൻസും കൂടും. കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനാവാതെ നടി ശ്രേയ ലക്ഷ്മി, അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കൊടുക്കാം. ഒരു 3-4 ക്യാപ്ഷൻ ഞാനും കൂടെ പറഞ്ഞു തരട്ടെ. എടോ, 10-12 വർഷമായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഇങ്ങനത്തെ കുറെ കുരുട്ടുകളെ കണ്ടിട്ടുണ്ട്. ഈ കുരുട്ടുബുദ്ധി കാണിക്കുന്ന എഫേർട്ടിന്റെ പകുതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലിട്. അങ്ങനെയാണെങ്കിൽ കുറച്ചാൽ കൂടെ കളത്തി നിൽക്കാം. സോറി സർ, വേറെ ആരോടും പറയല്ലേ. ഞാനായിട്ട് ആരോടും പറയില്ല, പക്ഷെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. ശരി, വേണ്ടായിരുന്നു. നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വൈറലാവുന്ന. ഇപ്പൊ ചിലരുടെ വയറ്റിപ്പഴപ്പ്. പ്രാവശ്യം ഞാൻ വായിച്ചു, ഗംഭീര സ്ക്രീൻ പ്ലേ ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. ഇതില് 3 ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. 3 രീതിയിൽ പെർഫോം ചെയ്യാനുള്ള. ഞാനേതാ ചെയ്യേണ്ടതെന്ന് പ്രകാശ് ചേട്ടൻ ഡയറക്ടറോട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി. താങ്ക് യു ആസിഫ്. ഈ പ്രോജക്റ്റ് എന്റെ കച്ചിത്തുരുമ്പാ. ഹേ പ്രകാശ് ചേട്ടാ, വെറും മണി മേക്കിംഗ് അല്ല, സിനിമയോട് സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിപ്പോൾ ഇങ്ങനെ നിറയുന്നത്. നമുക്കൊരു ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ തുടങ്ങിക്കളയാം, പോരെ? എൻ്റെ റെമ്യൂണറേഷനും കാര്യങ്ങളെ പറ്റിയൊന്നും സാർ ഇപ്പോൾ ബോധർ ചെയ്യണ്ട. പക്ഷെ പ്രൊഡക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ പടം ചെയ്യണം. തീർച്ചയായിട്ടും. ഇത് കലക്കും പ്രാവശ്യട്ടാ, ഞാൻ കട്ടയ്ക്ക് കൂടെയുണ്ട്. നമ്മളിങ്ങനെ ഫുൾ ടൈം ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് ആളുകൾ അതും ഇതൊക്കെ പറയും. ഏതെങ്കിലും മീഡിയ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദർഹുഡ് റിലേഷൻ ആണ്, എനിക്ക് നീ എൻ്റെ സിസ്റ്ററിനെ പോലെ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരും കരിയറിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. സോറി സാർ. സോറി എന്തിനാ പറയുന്നത്? ഞങ്ങൾ ബ്രദർഹുഡ് റിലേഷൻ അല്ലേ? അതെ സാറേ, ഒരു മിനിറ്റ്. അത്യാവശ്യം സോറി. പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിരുന്നു. ആ പ്രകാശ് സാറിന്റെ പടത്തിൽ നടൻ ആസിഫില് ഡേറ്റ് കൊടുത്തു. അയ്യോ, ആ സത്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം ഹോട്ടലിൽ വെച്ച് 100ാം ദിവസം ആഘോഷം നടക്കുന്നതിനിടയ്ക്ക് ഞാൻ കയറി അനൗൺസ് ചെയ്യും. ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ നിർത്താതെ കൈയടിക്കാൻ പറ്റുന്ന ആളുകളെ കാശ് കൊടുത്ത് നീ ഇറക്കണം. അത് ഞാൻ ഇറക്കിക്കോളാം. അങ്ങനെ വിളിക്കാം. മാഡം സോറിയേ. വീണ്ടും വീണ്ടും സോറി എന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല അവൾ എന്റെ സിസ്റ്റർ ആണെന്ന്. സോറി. ഈ ബ്രദർഹുഡ് മിക്കവാറും വാട്സപ്പ് ക്ലിപ്പായിട്ട് ഇറങ്ങും. ഈ വർഷം സൂപ്പർ ഹിറ്റായി മാറിയ കമ്പിളിപ്പുതുപ്പ് കമ്പിളിപ്പുതുപ്പ് എന്ന സിനിമയുടെ 100ാം ദിനാഘോഷങ്ങൾ തുടരുകയാണ്. ഇനി അടുത്തതായി ഈ സിനിമയുടെ നിർമ്മാതാവ് പ്രിയപ്പെട്ട നന്ദകിഷോർ സർ. ആശംസകൾ അറിയിക്കുന്നതിനായി പ്രമുഖ നിർമ്മാതാവ് പ്രകാശ് സാറിനെ ക്ഷണിക്കുന്നു. സാധാരണക്കാരന് ആസ്വദിക്കാനുള്ള എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ വിജയം. സാധാരണക്കാരന് മനസ്സിലാകുമ്പോഴാണ് ഓരോ കലാസൃഷ്ടിയുടെയും ആഴവും വ്യാപ്തിയും കൂടുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്ത പലർക്കും ഇന്നിവിടെ മെമന്റോ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു. വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മെമന്റോ കാണുമ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരും. അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് വിജയിച്ച് സ്റ്റേറ്റ് അവാർഡോ ദേശീയ അവാർഡോ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്നത്. എന്റെ സുഹൃത്ത് നന്ദകിഷോർ നിർമ്മിച്ച ഈ സിനിമ ഒരു പക്കാ കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അഭിനയിച്ച അരികെ ഒരാകാശം ഒരു ക്ലാസ് സിനിമയായി. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. അർഹിച്ച വിജയം നേടുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് തിയേറ്റർ വിടേണ്ടി വന്നു. ഞാൻ ഇന്ന് ഇതിവിടെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ
4 ദിവസങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സുഹൃത്ത്, പ്രശസ്തനായ നടൻ, വളരെ വിനയാന്യുതനായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. യെസ്. നല്ല കൈയടക്കത്തോടെ തെളിമയോടെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന് തീർച്ചയായും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കേട്ടോ? അദ്ദേഹത്തിന്റെ മികച്ച അഭിനയത്തിന് നമുക്ക് ഒന്നിച്ചു കൊടുക്കാം ഒരു വലിയ കൈയടി. താങ്ക് യു. ഇനി ഈ സിനിമയിലെ നായകൻ യുവതരംഗം ആഘോഷ് മേനോനെ നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സിനിമയും അവാർഡിന് വേണ്ടിയിട്ടല്ല ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് പ്രകാശ് സാർ എന്നെക്കുറിച്ചും എൻ്റെ അഭിനയത്തെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു. ഇപ്പോ നാഷണൽ അവാർഡിന് ഭാരത് അവാർഡ് എന്നല്ല പറയുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. ഭരത് ഗോപി, ഭരത് മമ്മൂട്ടി, ഭരത് മോഹൻലാൽ, ഭരത് ചന്ദ്രൻ, അതുപോലെ തന്നെ എൻ്റെ പേരിന്റെ മുന്നിലും ഒരു അലങ്കാരം. ആ സ്വപ്നം കാണിച്ചു തന്നതിന് ഞാൻ പ്രകാശ് സാറിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഭരത് ആഘോഷ് മേനോൻ. പ്രകാശ് സാർ നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിൽ 3 കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ട്രിപ്പിൾ റോൾ. ആ ഒരു സന്തോഷ വാർത്തയെ ഞാൻ ഇന്നിവിടെ സാറിന്റെ അനുഭവത്തോടുകൂടി ഈ വേദിയിൽ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു കൈയടി. ഇനി മാറ്റാൻ പറ്റില്ല. ചെറിയ മാറ്റങ്ങൾ വരാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പഴയകാല നടൻ മോഹൻകുമാർ സാറാണ് ആ സിനിമയിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ സാർ? അപ്പോ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും എനിക്കുണ്ടാകണം എന്ന് എളിമയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജവാൻ, ജയ് കിസാൻ. താങ്ക് യു, താങ്ക് യു. ലവ് യു, ലവ് യു ഓൾ. ഫോർമൽ ഫംഗ്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആണ്. എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ. താങ്ക് യു. സാർ ഞാൻ പോയിട്ട് വരാം. ഓക്കെ. സാറിന് എന്റെ ക്യാരക്ടർ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. നമ്മുടെ 3 ക്യാരക്ടർ പരിപാടി കഴിയുമ്പോൾ എന്റെ ലെവൽ മാറും. സാറിന്റെ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് വരാം. വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാമല്ലോ. അല്ല, വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ട ഒരു കാര്യം അത്. ആണോ? അതെ. എന്നായിക്കോട്ടെ. നമുക്ക് അങ്ങോട്ട് നീങ്ങിയാലോ? ചെറുതായിട്ടൊരു ഡ്രിങ്ക്സ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് വാ. ഹേയ്, SRK ടീം വെയിറ്റിംഗ്. ആരാ? ഷാറൂഖ് ഖാന്റെ. മൈ ഗോഡ്. അവരുടെ അടുത്ത സിനിമ മലയാളത്തില് ഞാനാണ് നായകൻ. മേമന ഇല്ലത്തെ നമ്പൂരി, അതാണ് സിനിമയുടെ പേര്. അപ്പൊ അതിനൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനും ഡിന്നറിനൊക്കെ ആയിട്ട് അവർ മെറിഡിയനിൽ വെയിറ്റ് ചെയ്യാം. പോയില്ലെങ്കിൽ ഷാറൂഖ് പടങ്ങുപോയി. സോ യു ഗൈസ് ക്യാരി ഓൺ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. വീട്ടിലേക്ക് ഉടൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, പോട്ടെ മോനെ. ശരി. ഒന്ന് വേഗം പാപ്പായിട്ട് വണ്ടി എടുക്കാൻ പറയട്ടെ സാർ. ഈ ഷാറുഖ് ഖാനൊന്നും വേറെ ഒരു പണിയില്ലേ? മേമനയില്ലത്തെ നമ്പൂരിയ തള്ളായിരിക്കും. നമുക്ക് അങ്ങോട്ട് നിൽക്കാം. അതാ നല്ലത്. കുറെ നാൾ കൂടിയിട്ടോ നിങ്ങളുടെ കോറൊന്ന് തികഞ്ഞു കാണുന്നത്. അപ്പൊ ഇന്ന് കമ്പിളി പുതുപ്പിന്റെ പേരിലടിക്കാം. കമ്പിളി പുതുപ്പിന്റെ പരിപാടിയും കഴിഞ്ഞു. ഇവന് കിട്ടാതെ കാശും കിട്ടും. പ്രകാശം പറഞ്ഞ പോലെ മോഹന് കിട്ടാൻ പോകുന്ന നാഷണൽ അവാർഡിന്റെ പേരിൽ നമുക്ക് അടിക്കാം. അതന്നെ. എന്റെ പൊന്ന് രവിയേട്ട, അതൊന്ന് കിട്ടട്ടെ, എന്നിട്ട് പോരെ. ഈ പ്രാവശ്യം നിനക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത്. ഇതിന് നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ സിനിമാ നിർമ്മാണം ദാ ഇതോടെ ഞാൻ നിർത്തി. ഞാനും നടിക്കാം. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടുമായിട്ടൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. സാർ ധൈര്യമായിട്ട് പറ. യുവന്മാരൊക്കെ ഈ പറയുന്നത് പോലെ എനിക്ക് ഈ അവാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു യാത്ര പോകണം. ദൂരെ, അങ്ങ് ഒരുപാട് ദൂരെ, ഈ മഞ്ഞും മലകളും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത്. ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു മോഹമാണ് അത്. നീയും പറഞ്ഞു വരുമോ? അച്ഛനടിച്ച ബ്രാൻഡ് ഏതാന്നായിരിക്കും കൃഷ്ണനുണ്ണി ഇപ്പൊ ആലോചിക്കുന്നത്. അച്ഛൻ നല്ല ഫിറ്റാ. നീ പോയോ? ദൂരെ ദൂരെ ദൂരത്തായി
നമ്മൾ നിൽക്കുന്നെങ്കിലും ആ ദൂരം പോലും ചാരേയല്ലേ. ഓക്കെ സാറേ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ. അച്ഛാ എന്താ എന്താ അച്ഛാ? കിച്ചു! അച്ഛാ! സാറേ. അയ്യോ, അച്ഛാ! അച്ഛാ! എന്താ അച്ഛാ? അച്ഛാ! മാസീവ് അറ്റാക്കാണ്. ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് അല്ല. ഡയബറ്റിക്കും ആണല്ലോ. ഹാർട്ടിന് 3 ബ്ലോക്കുണ്ട്. സോ 24 hours വളരെ ക്രിട്ടിക്കലാണ്. അതൊന്ന് കടന്നു കിട്ടിയാൽ ഒരു 3-4 days കഴിഞ്ഞ് ബൈപ്പാസ് ചെയ്യാം. ചെയ്തേ പറ്റൂ. ഇപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തൂടെ? മാസീവ് കാർഡിയക് അറസ്റ്റാണ്. ഹാർട്ടിലേക്കുള്ള നെർവ്സ് വളരെ വീക്കായതുകൊണ്ട് റിസ്ക് എലമെൻ്റ് ഒരുപാട് കൂടുതലാണ്. മോളെ, കരയാതിരിക്കുക, പ്രാർത്ഥിക്കുക. അതാ ഇപ്പോൾ വേണ്ടത്.